ഒരു സാധാരണക്കാരനായ ശ്രീനിവാസന്റെ സാധാരണ കഥകൾ, അതായത് നമുക്കറിയാം സാധാരണ സിനിമകളിൽ ഹീറോ എന്ന് പറയുമ്പോൾ ഒരു അമാനുഷിക കഥാപാത്രമായിരിക്കും, അമാനുഷിക വ്യക്തിത്വമായിരിക്കും. പക്ഷെ ശ്രീനിവാസന്റെ സിനിമകളിലെ ഹീറോ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരിക്കും. അതായത് ഈ സാധാരണക്കാരനെ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾ, അത് നർമ്മമുണ്ടാകാം, അതല്ലെങ്കിൽ കാര്യഗൌരവമായിട്ടുള്ള കഥകളിലൂടെയായിരിക്കും ആ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. മാത്രമല്ല വളരെ ഒരുപക്ഷെ ഇന്നും ചർച്ച ചെയ്യുന്നൊരു സിനിമകളിലൊന്ന് ഈ വടക്കു നോക്കിയന്ത്രം. നമുക്കറിയാം അത് ഈ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ സാധാരണ ഭർത്താവിന്റെ ഒരു സംശയരോഗം, ഇതൊക്കെ എങ്ങനെ പ്രതിഫലിക്കും? അല്ലെങ്കിൽ സാധാരണ ഇന്ന് പല കുടുംബജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണവും ഈ സംശയമാണ്. ആ സിനിമകൾ, കാരണം ശ്രീനിവാസന്റെ ആ സിനിമകൾ കൃത്യമായും എങ്ങനെയാണ് സാധാരണ ഒരു ഭർത്താവിന്റെ മനസ്സിലേക്ക് സംശയം കടന്നു വരുന്നത്, ഇത് വളരെ രസകരമായി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന കഥയിലേക്ക് വന്നു കഴിഞ്ഞാലും, സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാലും, അതും സമാനമായ രീതിയിൽ തന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പകർത്തുന്നതായിരുന്നു. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഏതൊരു മനുഷ്യരോട് ചോദിച്ചാലും ശ്രീനിവാസന്റെ സിനിമ കാണാത്ത ഒരാൾ പോലും, അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന വ്യക്തി അറിയില്ലാത്ത ഒരു മലയാളി പോലും കാണില്ല. കാരണം നമ്മളുമായി അത്രയധികം കണക്ട് ചെയ്യുന്നുണ്ട്. ആജ്ഞയിലേക്ക് ഒരിക്കൽ കൂടി ആജ്ഞ, ഇതാണ് ഈ ശ്രീനിവാസന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അത്തരം ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ചില വലിയൊരു വിഷമത്തോടെ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും ശ്രീനിവാസന്റെ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. അതിന് രണ്ട് കാര്യം, നർമ്മത്തെക്കലപ്പുറം ഈ ഒരു സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ടല്ലോ എന്നത് നമുക്കൊരു ആശ്വസിക്കാനൊരു വക കൂടിയല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വത്വം ഉണ്ടാക്കിയാണ് ശ്രീനിവാസന്റെ സിനിമകളിലെ നർമ്മമൊക്കെ ഉണ്ടാകുന്നത്. എപ്പോഴും മലയാളിയുടെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അല്ലെങ്കിൽ അവന്റെ അഹങ്കാരങ്ങൾ, ഇതെല്ലാം അടയാളപ്പെടുത്തി തന്നെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനായ നടൻ, മഹാനായ തിരക്കഥാകൃത്ത്, സംവിധായകൻ ഒക്കെ കടന്നുപോയത്. അങ്ങനെയാണ് അദ്ദേഹം എഴുതി വെച്ചതും അല്ലെങ്കിൽ അദ്ദേഹം വെള്ളിത്തിരയിൽ കോറിയിട്ടതും ഒക്കെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണ്. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ സമയമായിട്ടില്ല ദാസ എന്ന് പറയുന്ന, മലയാളി എക്കാലം ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന, മലയാളി എക്കാലവും ഉപയോഗിക്കുന്ന മാസ്റ്റർ ഡയലോഗ്, അത് ശ്രീനിവാസന്റെ പേനത്തുമ്പിൽ വിരിഞ്ഞതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റേ ഏത് സിനിമകൾ എടുത്തു നോക്കിയാലും വരവേൽപ്പായിക്കോട്ടെ, ഇങ്ങോട്ട് ശ്രീനിവാസൻ അടയാളപ്പെടുത്തിയിട്ടുള്ള വടക്കു നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശനാകട്ടെ, ഇങ്ങേറ്റം ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ ആകട്ടെ, വിജയനാകട്ടെ, ഇങ്ങനെ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ അടയാളപ്പെടുത്തിയിട്ടുള്ള ക്യാരക്ടറുകൾ ഈ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒന്നീ സമൂഹത്തിൽ നമുക്ക് ചുറ്റും കണ്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഉള്ള ചില ക്യാരക്ടർ, നമ്മളുടെ തന്നെ ചില സവിശേഷതകൾ, നമ്മൾ തന്നെ കടന്നുപോയിട്ട ചില സിറ്റുവേഷനുകൾ, ഇതൊക്കെയാണ് വെള്ളിത്തിരയിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ഈ 48 വർഷക്കാലവും. അദ്ദേഹം 48 വർഷം എന്ന് പറയുന്നത് അരനൂറ്റാണ്ട് കാലം മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിൽ തന്നെ ഇടം തേടിയ, അല്ലെങ്കിൽ തന്റേതായ സിഗ്നേച്ചർ ഇട്ടുവെച്ച ഒരാള് എന്ന നിലയിൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ 4 വർഷമായിട്ടും അദ്ദേഹത്തിന് അസുഖകാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം തിരിച്ചുവരും എന്നുള്ള ഒരു വിചാരം മലയാളിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ വീട്ടിലൊരാൾക്ക് വയ്യാതെ വന്നതുപോലെ അദ്ദേഹം കിടപ്പിലാണ്, അദ്ദേഹം അസുഖം ബാധിതനാണ്. അദ്ദേഹം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും പല ഇനാഗ്രേഷനുകളൊക്കെ കാണുമ്പോഴും, അതിന്റെ റീലുകളും അതിന്റെ വീഡിയോകളും വാർത്തകളും ഒക്കെ കാണുമ്പോഴും മലയാളിക്കൊരു സന്തോഷമുണ്ടായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ തിരിച്ച് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരും, മലയാള സിനിമയിൽ പുതിയ പുതിയ ഏടുകൾ നിർമ്മിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്നു. അത് ഇല്ലാതാവുകയായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട്. ഇന്ന് നേരം പുലർന്നപ്പോൾ നമ്മൾ അറിഞ്ഞ ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനായ പ്രതിഭ ഇനി ഇല്ല എന്ന് പറയുന്ന എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് മലയാളി എത്തിയത് അല്പം ഒരു ഞെട്ടലോടുകൂടിയാണ് എന്നുള്ളതാണ്. ശ്രീജ, ഇപ്പോൾ നടൻ മമ്മൂട്ടി പൊതുദർശന വേദിയിലെത്തിയിട്ടുണ്ട്. അതെ,
ഈ ടൗൺ ഹാളിലെ പൊതുദർശന വേദിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിരവധി പേരാണ്, മലയാള സിനിമാ ലോകത്തിലെ നിരവധി പേരാണ് നടൻ ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത ആളുകൾ, അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ മലയാളി എന്നുള്ള നിലയിൽ അറിയാവുന്ന ആളുകൾ തുടങ്ങിയവരെല്ലാം എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. 4:30 വരെയാണ് ഇവിടെ പൊതുദർശനം അനുവദിച്ചിട്ടുള്ളത്. അത് ആ സമയത്തിലുള്ള ആണ് മനസ്സിലാക്കുന്നത്. അതിനിടെ ഇടയിൽ നിരവധി പ്രമുഖരാണ് ഇപ്പോൾ ശ്രീനിവാസനെ കാണാനെത്തിയിട്ടുള്ളത്. പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം വീട്ടിലും എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പൊതുദർശന വേദിയിലും എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പൊതുദർശനത്തിന്റെ വലിയ തിരക്ക് എന്ന് പറയാൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ വീട്ടിലും ഇവിടെയും ഒക്കെ ആയിട്ട് വലിയ തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ആ ഒരു സാഹചര്യത്തിലൊക്കെയും ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനെ കാണാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്ന ആൾക്കൂട്ടമാണ് നമ്മൾ കാണുന്നത്. അതിനോടൊപ്പം മലയാള സിനിമയിലെ പ്രമുഖരെല്ലാം ഇവിടേക്ക് ഈ ടൗൺ ഹാളിലെ വേദിയിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ശ്രീജ. ഇന്ദ്രനും ടോം കുര്യാക്കോസുമാണ് അവിടെ ടൗൺ ഹാളിൽ പൊതുദർശന സ്ഥലത്തുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ടൗൺ ഹാളിൽ എത്തുന്നതാണ്. നേരത്തെ അദ്ദേഹം ശ്രീനിവാസൻ്റെ വീട്ടിലെത്തി മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇപ്പോൾ പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിലെ താരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ശ്രീനിവാസൻ 48 വർഷം നീണ്ട അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ പല റോളുകളും നിർവഹിച്ചിട്ടുണ്ട്. തിരക്കഥാകൃത്ത്, സംവിധായകൻ, 225 സിനിമകളിലെ അഭിനേതാവ്. അങ്ങനെ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹവുമായി വ്യക്തിപരമായോ അല്ലെങ്കിൽ പ്രൊഫഷണലായോ ഒക്കെയുള്ള ബന്ധങ്ങൾ ഉള്ളവരാണ് അവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരും. അതൊന്നുമല്ലാത്ത അവിടെ കുറേ സാധാരണക്കാരെ നമുക്ക് കാണാം. തൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം സ്വാധീനിച്ച, അദ്ദേഹത്തെ സ്വന്തമെന്ന് കരുതിയ കുറേ സാധാരണക്കാരും അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് സത്യൻ അന്തിക്കാടിനെയും മമ്മൂട്ടിയെയും ദിലീപിനെയും ഒക്കെ കാണാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം. ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ 3 മണി വരെ എന്നാണ് കരുതിയിരുന്നത് മഞ്ജുഷ്. പക്ഷേ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് 3 മണിക്കൊന്നും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ശ്രീനിവാസനുമായി വളരെ അടുത്തുള്ളതാണ്. ഇവരുടെ സിനിമാ ജീവിതത്തിൽ മാത്രമല്ല, ഇവരുടെ വ്യക്തി ജീവിതത്തിൽ പോലും ശ്രീനിവാസൻ എന്നത് ഒരു പ്രധാന ഘടകമാണ്. അതെപ്പോഴും സത്യൻ അന്തിക്കാട് പറയുന്ന കാര്യമാണല്ലോ. നേരത്തെ ശ്രീനിവാസൻ അസുഖബാധിതനായ ആശുപത്രിയിൽ കിടന്ന സമയത്ത് സത്യനുമായിട്ട് സംസാരിച്ച സമയത്തും അദ്ദേഹം പറഞ്ഞത് എന്തായാലും ശ്രീനി തിരിച്ചു വരും, ഉറപ്പാണ്, ഞങ്ങൾ തമ്മിൽ ഇനിയും സിനിമകൾ ചെയ്യാനുണ്ട് എന്ന് 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം കാ ഫെസ്റ്റിവലിനിടയിൽ പറഞ്ഞത് കേട്ടിരുന്നു. അന്ന് അത് കഴിഞ്ഞ് അദ്ദേഹം ആ കാ ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹം ആശുപത്രിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് സത്യൻ അന്തിക്കാട്. അപ്പോൾ തിരിച്ചു വരികയും ചെയ്തു, ശ്രീനിവാസൻ തിരിച്ചു വരികയും ചെയ്തു. അതിന്റെ സന്തോഷം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു സത്യൻ അന്തിക്കാട്. നമ്മൾ വിചാരിക്കും ശ്രീനിവാസന് വളരെ ഗുരുതരാവസ്ഥയാണ്, തീരെ വയ്യ, നമ്മൾ ആളെ കാണുമ്പോൾ വളരെ ക്ഷീണിച്ചിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അടുത്തൊരു പൊതുവേദിയിൽ അദ്ദേഹം ആ അവസ്ഥയിലാണ്. ശ്രീനിവാസൻ എപ്പോഴും ഞെട്ടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഓർത്തെടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1989 1989 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം എന്ന് പറയുന്നത് കേരളം ആകെ ഞെട്ടിയതാണ്. സിനിമയെ സ്നേഹിക്കുന്നവർ ആകെ ഞെട്ടിയ ഒന്നാണ്. കാരണം അന്ന് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയത് വടക്കു നോക്കി യന്ത്രം എന്ന സിനിമയാണ്. അപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ആളുകൾ ഇങ്ങനെ കൗതുകത്തോടെ ഇരുന്നു. അപ്പം അന്ന് റേഡിയോയ്ക്ക് മുമ്പിൽ ഇരിക്കുമല്ലോ ഏത് സിനിമയ്ക്കാണ് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം കിട്ടുന്നതെന്ന്. അന്നിങ്ങനെ കൗതുകത്തോടെ നോക്കുമ്പോൾ വടക്കു നോക്കി യന്ത്രം എന്ന് പറഞ്ഞപ്പോൾ ഇത് തെറ്റിപ്പോയതാണോ എന്ന് പോലും തോന്നി. കാരണം അന്ന് വടക്കൻ വീരഗാഥ മത്സരത്തിനുണ്ടായിരുന്നു. അപ്പോൾ വടക്കൻ വീരഗാഥ എന്നുള്ളത് വടക്കു നോക്കി യന്ത്രം എന്ന് ആയിപ്പോയതാണോ എന്നുള്ള സംശയം. അന്ന് ഈ ആ രീതിയിൽ വടക്കു നോക്കി യന്ത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. പിന്നെ മഞ്ജുഷ് മോഹൻലാൽ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും വേദന